നമസ്കാരം എല്ലാവരും. നമ്മളിപ്പോൾ അങ്ങനെ ബോഡി വർക്ക്ഷോപ്പിൽ വന്ന് നിൽക്കണ്. വർക്ക്ഷോപ്പിൽ പണിയും തുടങ്ങിയിട്ടുണ്ട്. കറണ്ട് ഇല്ലെന്നേ. അപ്പം കറണ്ട് വണ്ടിനകത്ത് കയറ്റിയിട്ടുണ്ട്. കറണ്ട് ഭയങ്കര സുഖം, മഴ കാരണം. ഇന്നാണ് വണ്ടി അകത്ത് കയറ്റിയിട്ട്. അപ്പോൾ അത് പണിയാനുള്ള പരിപാടി. ഇപ്പോൾ കറണ്ട് കുറച്ചൊരു കറണ്ട് വരും, കുറച്ച് കഴിഞ്ഞ് കറണ്ട് പിന്നെയും പോവും, പിന്നെയും വരും. ഏതെങ്കിലും എന്ത് കൃപേഷ് നോക്കറ ഇതിപ്പോൾ നീ കറണ്ട് കളയണമെന്നൊരു സംശയം ഉണ്ട് കേട്ടോ. ഇതേണ്ട ഇത് മൊത്തം ആള് പറഞ്ഞ ചില ആ വെൽഡിങ് മുന്നിൽ ചെയ്തതിൻ്റെ അതിൻ്റെ ക്ലീറ്റസ് ഒന്നും ക്ലീറ്റ് ഇടാണ്ട് അങ്ങനെ ചെയ്തിട്ട് വെറുതെ സ്പോട്ട് ചെയ്ത് വെച്ചുള്ളൂ. അത് കാരണം പോയതാന്ന് പറഞ്ഞത്. ഇനി ഇത് മുഴുവൻ അയച്ചെടുത്ത് നിവർത്തി എന്നിട്ട് വേണം വെൽഡ് സ്പോട്ട് ചെയ്യാൻ. പണി കുറച്ചുണ്ട്. സാധനം അങ്ങനെ അഴിച്ചെടുത്ത് പണികൾ തുടങ്ങിയവര്. മുന്നേ പണിതപ്പോൾ പണി ചൊവ്വല്ലാത്ത കാരണമാണ് ഈ വെറുതെ സ്പോട്ട് ചെയ്ത മാതിരി വെട്ടി വെച്ചാറാണ് ഇത് പൊട്ടിപ്പോയത്. അങ്ങനെ നമ്മളെ ക്യാരർ പിടിപ്പിച്ചുകൂടാ. സോറി ഇന്നത്തോട് പണി ഇല്ല. കറണ്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോണ പറഞ്ഞേ. അത് ഒന്നാമത്തെ കാര്യം തന്നെ നമ്മുടെ വെൽഡർ ഉഷാറല്ല. വെൽഡർ ചിന്തിക്കുന്നുണ്ട്. അവ ഉഷാറല്ല. അവ ഉഷാറില്ലാത്ത കാരണമാണ് പിന്നെ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോണേ. ഇനി നമുക്ക് ഇന്നത്തോട് ഇതിൻ്റെ പണി തീർത്തിടാന്ന് പറഞ്ഞു. ക്യാരിയറും മറ്റേ സാധനമൊക്കെ നാളേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ മെയിനുള്ള കേസ് കറണ്ട്. ഇപ്പോൾ സമയം 5 മണിയായി. കറണ്ടിൻ്റെ പ്രശ്നമാണ് ഏറ്റവും മെയിൻ കേസ്. നമ്മുടെ അപ്പുറത്തെ സൈഡിലെ പണി കഴിഞ്ഞിട്ട് അപ്പോൾ കൃപേഷ് ഇപ്പുറത്തെ സൈഡ് കുറേ സ്പോട്ട് ചെയ്യാണ്ട്. അതൊക്കെ സ്പോട്ട് ചെയ്തു. ഇമാര് വെറുതെ മുന്നേ ചെയ്ത ആൾക്കാർ വെറുതെ ടച്ച് ചെയ്ത് വെച്ചിട്ടേ ഒരു രക്ഷയിലാണ്ട് വെറുതെ ടച്ച് ചെയ്ത് വെച്ച കാരണം ആണ് അത് പൊട്ടിപ്പോയത്. അപ്പോൾ അപ്പുറത്തെ സൈഡ് ചെയ്തു. ഇപ്പുറത്തെ സൈഡ് വെറുതെ സ്പോട്ട് ചെയ്യാടാ. ഇപ്പുറത്തെ സൈഡ് ഗുമ്മാക്കി. നമ്മുടെ ചെക്കൻ നല്ല അടിപൊളി ഗുമ്മാക്കി എടുത്തണ്ടാ. ശരിക്കും ഇപ്പോഴാണ് ഇത് വണ്ടി കണ്ടീഷനാക്കി എടുത്തത് ഈ ഭാവം. ഞാനതുകൊണ്ടാണ് ഇവിടെ ഗിരിയാണ്ട വർഷപ്പിലേക്ക് വന്നത്. ഗിരിയാണ്ട വർഷപ്പിലേക്ക് വരുമ്പോൾ നമുക്കത് ആള് അതിൻ്റെ ഇടയിൽ ഇതിപ്പോൾ ഇപ്പുറത്തെ സൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡ് പൊട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ ഒക്കെ ഗ്യാപ്പാന്ന്, ഫുള്ള് ഗ്യാപ്പാ. അതിനി അടുത്ത എപ്പോഴാണ് പൊട്ടാന്നറിയില്ല. അത് കാരണം അവൻ ഇപ്പുറത്തെ സൈഡും ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേണം ക്യാരിയറിൻ്റെ ഇത് ചെയ്യാൻ. ക്യാരിയർ ഇപ്പം ഇന്ന് ചെയ്യുന്ന സമയത്തായത് കാരണം ചെയ്യാനുള്ള രക്ഷണില്ല. ക്യാബിൻ പൊങ്ങല്ല, അത് ഷോറൂമിൽ പോകണം. ഷോറൂമിൻ്റെ അകത്ത് വേറെ പണിയുണ്ട് ചേട്ടാ. അതിനകത്തെ ഷോറൂമിന് ക്യാബിന് വേറെ ഷെയ്ക്കുണ്ട്. അത് ഇവിടെ ചെയ്യാൻ പറ്റില്ല. അത് ഷോറൂമിൽ തന്നെ പോകണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നത്. ഇവിടെ 2 ദിവസം പോസ്റ്റ് ചെയ്യില്ലേ. ഇനി അത് ചെയ്യണം നമുക്ക്. കാരണം അത് ഷോറൂമിൽ കൊണ്ടുപോയി നിർത്തി അതിൻ്റെ അടിയിലത്തെ സാധനം പോയി കിടക്കുക, സ്പ്രിങ് പോയി കിടക്കുക. അത് ശരിയാക്കണം. അതുപോലെ ക്യാബിൻ പൊന്നണില്ല, അത് ശരിയാക്കണം. അത് ശരിയാക്കണമെങ്കിൽ ഷോറൂമിൽ കൊണ്ട് തന്നെ കൊണ്ട് നിർത്തണം. ഇതാണ് എൻ്റെ ഗിരിയാട്ടൻ. ഇതാണ് വർക്ക്ഷോപ്പിൻ്റെ ഇവിടുത്തെ ഇതാണ് ഗിരിയാട്ടൻ വർക്ക്ഷോപ്പുകാരൻ. അല്ല സൂപ്പർ പണിയാണ് ഇവിടെ. നമ്മുടെ ആദിദേവ് മാത്രമല്ല, ഞാൻ ഏത് വണ്ടി ഇവിടെ എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവരുള്ളൂ. ആൾക്കെന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ പരിചയം. ഞാൻ 2006 ക്ലീനർ പണിക്ക് പോകുന്ന സമയത്ത് എന്നെ ക്ലീനറായിട്ടുള്ള സമയത്ത് ആൾ കണ്ടിട്ടുള്ളതാണ്. അന്ന് വണ്ടി ടെസ്റ്റ് നിർത്തിയപ്പോൾ ടയർ അഴിക്കാൻ പറഞ്ഞു. പെയിൻ്റ് അടിക്കാൻ ടയർ അഴിക്കാൻ പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് ടയർ അഴിക്കാൻ പറ്റില്ല. ഡ്രൈവർ തലം വിട്ടു. ഞാൻ ഒറ്റയ്ക്ക് ടയർ അഴിക്കാൻ നോക്കിയിട്ട് പറ്റണില്ല. അല്ല ഗിരിയേട്ടാ ഓർക്കണ്ടത്? ഇവർ വണ്ടി പെയിൻ്റ് അടിക്കാൻ നിർത്തി. ടയർ അയച്ചെടുക്കാൻ പറഞ്ഞു. ടയർ അയക്കാൻ പറയുമ്പോൾ എനിക്ക് ടയർ അയക്കാൻ പറ്റില്ല. അന്ന് ഇതേമാതിരി മറ്റേ എയറിൻ്റെ സെറ്റപ്പ് ഒന്നും ഇല്ല. ടയർ അയക്കാൻ ജാക്കി വെച്ചടിക്കണം. 10 വീൽ വണ്ടി, 10 വീലിന് ജാക്കി വെച്ചടിക്കണം. ഞാൻ ജാക്കിയൊക്കെ വെച്ചു. ടയർ അയക്കാൻ നോക്കിയാൽ പറ്റണില്ല. ഞാൻ പതുക്കെ സ്ഥലം വിട്ടു. ഞാൻ വേഗം കുടുംബം കെട്ടുന്ന സാധനം എടുത്തില്ല ഗിരിയേട്ടാ. സ്ഥലം വിട്ടു. പിന്നെ കാണാനില്ല. അന്നും ഉള്ള ഞാൻ എന്തിവിടെ വന്നല്ല, ഈ വർഷോപ്പിൽ വന്നല്ല എന്താ കൊണ്ടുവന്നത്. എന്ത് പണിയുണ്ടില്ല, നല്ല നീറ്റായിട്ട് വെടുപ്പായിട്ട് ചെയ്തിരും. ചാർജും കുറവാണ്. വളരെ സാധാരണ വർക്ക്ഷോപ്പിലെ പോലെ ഇപ്പം നമ്മൾ ചാർജും ഇല്ല. ചാർജിൻ്റെ മാത്രമല്ല പണി നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ട് നോക്കിയും കണ്ടും ചെയ്തിരിക്കണ്ട. ഈ ഭാഗം കണ്ട ഇത് മൊത്തം ചെയ്തു. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്നപ്പോൾ മറ്റേ ക്യാരിയറിൻ്റെ ഷെയ്ക്ക് വന്നപ്പോൾ ഗിരിയാണ്ടാണ് ഇങ്ങോട്ട് പറഞ്ഞാണ്ടാ. ഈ ക്യാരിയറിൻ്റെ ഇവിടെ ഗ്യാപ്പിൽ ഒരു ഹെൽപ്പറില്ല കണ്ടോ. ഇതിൻ്റെ പുറകിലൊരു ഹെൽപ്പർ നമ്മുടെ ആദ്യമൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്, ഇതിനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു വെറുതെ ബുഷ് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല, ഇവിടെ ഒരു ഹെൽപ്പറും കൂടെ വെക്കണം എന്ന് പറഞ്ഞു. ഹെൽപ്പർ വെക്കണം. ഹെൽപ്പർ വെച്ചിട്ട് വേണം ചെയ്യാൻ. അതേപോലെ ഈ കോണി എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റണം എന്ന് പറഞ്ഞു. കാരണം കോണി ക്യാബിനുമ്പോൾ തട്ടുണ്ട്. അതങ്ങനെ ആവാനും പാടില്ല എന്ന് പറഞ്ഞു.
അത് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് നാളെ ചെയ്യണം. അപ്പോൾ നാളെ മെയിനായിട്ട് ക്യാബിൻ പൊക്കിയാൻ അടിയിൽ നട്ടും ബോൾട്ടൊക്കെ ഇടണം, എന്നിട്ട് നാളേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഇനി കുഴപ്പം. നമ്മളങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമ്മുടെ കുട്ടീനെ ഇവിടെ ഇറക്കി നിർത്തി. പിന്നെ കാരണം വെച്ചാൽ ഈ മഴ കാരണം, മഴയും കറണ്ടൊക്കെ പോക്ക് കാരണേ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റണില്ല. അപ്പം ഇനി ബാക്കി വന്നിട്ട് ക്യാരിയറിൻ്റെ കാര്യങ്ങൾ നമുക്ക് നാളെ ചെയ്യാൻ പറ്റുള്ളൂ. ക്യാരിയറിൻ്റെ കാര്യങ്ങൾ നമുക്ക് നാളത്തേക്ക് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം ഇവിടെ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നു, ഓരോ അരമണിക്കൂർ പോകുമ്പോൾ കറണ്ട് പോകും. അപ്പോൾ അത് കാരണം നമുക്ക് നാളത്തേക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ ഈ ബാക്കിയുള്ള പണികൾ ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ ഇനി അതിനകത്ത് പണിയില്ല. ഞാൻ ക്യാരിയർ പായ തട്ടി താഴ്ത്തിട്ട് ക്യാരിയറിൻ്റെ അടിയിൽ മറ്റേ സാധനം വെക്കുക, പിടിപ്പിക്കുക, ക്യാരിയർ വലിച്ച് ടൈറ്റ് ആക്കുക. പിന്നെ ഇടയ്ക്ക് 2 ബേക്കിൽ നേരത്തെ കണ്ടില്ല, 2 കുത്തു കൊടുത്തില്ല, അത് വെറുതെ വേസ്റ്റ് ആവും. പിന്നെ അത് കഴിഞ്ഞ മെയിൻ പണി ക്യാരിയർ ക്യാബിൻ പൊക്കാൻ പറ്റണില്ല. പിന്നെ ഈ അടിയിലുണ്ട് ഈ മറ്റേ ഷോക്ക് അപ്സർ ഉണ്ടോ, ക്യാബിൻ്റെ പണി എന്ന് പറഞ്ഞതാണ് ഷോക്ക് അപ്സർ ഉണ്ടോ. ഇതേപോലെ അപ്പുറത്ത് ഷോക്ക് അപ്സർ ഉണ്ട്, അപ്പുറത്തെ ഷോക്ക് അപ്സർ പോയി കിടക്കുക. അതാണ് ഈ ക്യാബിൻ ഭയങ്കര ഷേക്ക് വരുന്നത്. അതിന് നമ്മൾ ഷോറൂമിൽ തന്നെ നിർത്തി ചെയ്യണം. നമ്മളിപ്പോൾ വിചാരിക്കാത്തൊരു പണിയാണ് നമുക്കിത് കിട്ടിയത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പണി മര്യാദയ്ക്ക് വൃത്തിക്ക് ചെയ്യാത്ത കാരണമാണ് ഇത്. ഇവിടെ എല്ലാ അടിയിലും സ്പോട്ട് ചെയ്തു കണ്ടോ, ഇവിടെയൊക്കെ സ്പോട്ട് ചെയ്തു, ഇതൊക്കെ വിട്ടുകൊടുക്കുമായിരുന്നു, ഇതൊക്കെ സ്പോട്ട് ചെയ്തു. അതുപോലെ ഈ സൈഡ് അങ്ങ് അറ്റം വരെ മൊത്തം സ്പോട്ട് ചെയ്യണ്ട, സ്പോട്ട് ചെയ്താണോ ഒരു ഭാഗങ്ങൾ സ്പോട്ട് ചെയ്താണോ മുഴുവൻ സ്പോട്ട് ചെയ്തു. കാരണം ഇത് മൊത്തം വെറുതെ അവർ തുപ്പലൊട്ടിച്ച് വെൽഡ് ചെയ്തേക്കണ കാരണേ, അത് കാരണമാണ് ഇതിങ്ങനെ ആയത്. ഈ ഭാഗം മൊത്തം കണ്ടോ അടിപൊളിയാക്കി ചെയ്തവർ. ഇനിയിപ്പോൾ നാളെ കാലത്ത് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഈ ഇടങ്ങേറാണ് ഈ വർക്ക്ഷോപ്പിലെ പണി എന്ന് പറഞ്ഞൊരു ഇടങ്ങേറ് പണിയാണ്. പിന്നെ നമ്മൾ ഗിരിയാണ്ട വർക്ക്ഷോപ്പിൽ ചെയ്യുമ്പോൾ പിന്നെ നല്ല വൃത്തിക്കും എനിക്ക് ആൾ ചെയ്തോളും, ആ ഒരു ധൈര്യം ഉണ്ട് നമുക്ക്. ഇതാണ് എൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കണ്ട വെള്ളം കയറി പൊന്തി ഒഴുകിയ സ്ഥലമാണ്. കണ്ട ഇപ്പോൾ ഹൈവേ കണ്ട അടിപൊളി കണ്ട വെള്ളം മാറി. ഇതെന്താ കാരണം എന്ന് വെച്ചാൽ ഹൈവേയുടെ അവിടെ 2 വെള്ളം ജോയിൻ്റ് ആവുന്ന നേരത്തെ വെള്ളം ഒഴുകിപ്പോയുള്ള തിക്കൻസ് ഇല്ല ഹൈവേക്ക്, അത് കാരണമാണ്. ഇത്രയും വലിയ ഈ മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരണ വെള്ളം മുഴുവൻ ഇവിടെ വന്ന് ഇറങ്ങണോണ്ടോ. ഇന്നലെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ, ഇവിടെയൊക്കെ നമ്മുടെ മുട്ടപ്പായിരുന്നു വെള്ളം ഇവിടെയൊക്കെ. അപ്പം അതെല്ലാം ഭംഗിയായിട്ട് അവർ കുറച്ചു. നമുക്ക് അപ്പുറത്തോടെ കയറിയ പോരെ, വെള്ളമൊന്നും ഇല്ല ഇപ്പോൾ. അതെ വണ്ടി പോയാ അത് 6 വണ്ടി പോകും, വീട്ടുകാരല്ല. ഇതുണ്ടോ ഇവിടെയൊക്കെ വെള്ളം മൊത്തം പോയി. ഇതുണ്ടോ ഇവിടെയൊക്കെ വെള്ളം ഇറങ്ങിയണ്ടോ, ആ പാടമൊക്കെ നിറഞ്ഞെടുക്കായിരുന്നു. ഇവിടെയൊക്കെ എന്തുമാത്രം വെള്ളമായിരുന്നു, ഇതെല്ലാം താന്നു അടിപൊളിയായി. വെള്ളപ്പോൾ തോട്ടിക്കൂടെ തന്നെ വിടണം, പാടം എല്ലാം ക്ലിയറായി. എന്നിട്ട് നമ്മൾ കാലത്ത് തന്നെ ക്യാരിയറിൻ്റെ പരിപാടി തുടങ്ങിയേണ്ടത്. ഇവിടെ കണ്ടോ മര്യാദ ചെയ്താൽ ഇവിടെ ഒക്കെ ഓട്ട ചെയ്യണ്ട. ഇതിൻ്റെ അടിയിലത്തെ ബുഷുകൾ, ഈ ബുഷ് പോയതാണെങ്കിൽ ഭയങ്കര സൗണ്ട് വന്നുകൊണ്ടിരുന്നത്. ഇവിടെ ആട്ടം കണ്ട. അതേപോലെ ഇതിൻ്റെ ബേക്കിൽ കണ്ടോ, ഇവിടെ ബേക്കിൽ സാധാരണ നമ്മളൊരു കുത്തു കൊടുക്കണം, ഇവിടെ ബേക്കിൽ കുത്തൊന്നുമില്ല, അതാണ് ഈ സാധനം തെറിച്ച് പോണത്. അതുപോലെ ഉണ്ട് ഇത് കണ്ടോ, ഇത് വെറുതെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചേക്കുന്നത്. ശരിയാക്കാന്ന് പറയണ്ട, ഇനി അയച്ചത് മൊത്തം ചെയ്യണത് ചുറ്റിക്കളി കഴിഞ്ഞോ. അതുപോലെ കറണ്ട് ഇടയ്ക്ക് കറണ്ട് പോകണം. ഇനി ഇതിന് ഇതൊക്കെ അഴിച്ചെടുത്തിട്ട് വേണം ചെയ്യാൻ. നമ്മുടെ ഗിരീഷേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്, ഇതൊക്കെ അഴിച്ചെടുത്തിട്ട് വേണം ഇനി ചെയ്യാൻ. വൈകുന്നേരത്തേക്ക് അഴിച്ചിട്ട് ചെയ്യായിരുന്നു. നമ്മളിവിടെ വാഷ് പിടിപ്പിച്ചോണ്ടോ, ഇപ്പോൾ ഗിരിയേട്ടൻ ടൈറ്റ് ആക്കണ പരിപാടിയാ. 2 വാഷ് ഇട്ടു. എന്താ ബുഷുണ്ട് അവിടെ, 2 ബുഷ് വെച്ച്, ബുഷ് വെച്ച് നന്നായിട്ട് ഇതാക്കി. അപ്പുറത്തും വെച്ച് ബുഷ്. ഇനി ഇവിടെ ബേക്കിൽ 2 കുത്തും കൊടുക്കണം. ഇനി നമ്മുടെ ഹൈവേയുടെ സൈഡ് തന്നെയാണ് കേട്ടോ. തുരങ്കം കയറാൻ മുമ്പ് ഇടതേ വശത്ത്. നമ്മുടെ വണ്ടിയുടെ പണി അങ്ങനെ മൊത്തം കഴിഞ്ഞു കേട്ടോ, മൊത്തം കഴിഞ്ഞു. ക്യാരറ്റും കാര്യങ്ങളൊക്കെ സെറ്റപ്പ്. ഇനി ബാക്കി ലാസ്റ്റ് ഒരു ഫിനിഷ് വർക്ക് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ വരാൻ കാരണം എന്താ വെച്ചാൽ ഇത് ആദ്യം ചെയ്തപ്പം മര്യാദയ്ക്ക് ചെയ്യാത്ത കാരണം ഇങ്ങനെ വന്നേ, മൊത്തം ഇങ്ങനെ വന്നേ. ഇത് കാരണം കണ്ടോ മൊത്തം വെൽഡിങ് ഒക്കെ വെറുതെ ഈ ടച്ച് സ്പോട്ടിങ് പോലെ ടച്ചിങ്. അതായത് നമ്മളൊരു കാര്യം പറയട്ടെ,
ബോഡി പണിയുന്ന മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുക. മനസ്സിലായോ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മറ്റേ ഗേറ്റ് ഗ്രില്ല് ഇതൊക്കെ പണിയ വർക്ക്ഷോപ്പ് ഉണ്ട്. അവരും വെൽഡർമാരാണ്. അവരുടെ അടുത്തേക്ക് പണി കൊണ്ട് കൊടുക്കരുത്. ഇതേപോലത്തെ വണ്ടിയിൽ ലോറിയുടെ ബോഡി പണിയുമ്പോൾ കൊണ്ട് കൊടുക്കരുത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി മറ്റേ പഞ്ചമുഖിയുടെ പണി ഇത്രയും ഇതായത് വന്നത്. ഇതിപ്പോൾ അത് വ്യക്തമായിട്ട് നമ്മുടെ ഗിരീഷേട്ടൻ, കാരണം ആള് ഇത് മൊത്തം ചെയ്ത് കാരണം ആൾ ഇനി കറക്റ്റായിട്ട് പറയും. ആളെ കൊണ്ട് നമുക്ക് ഏൽപ്പിക്കാം. ഇത് നമ്മളെ ഗിരീഷേട്ടൻ്റെ വണ്ടിയുടെ മറ്റേ ബോഡി പണിത മെക്കാനിക്ക് ആള് അല്ല. എനിക്ക് ഇത് കിടന്ന് പറഞ്ഞ ഇത് ഇവര് കാണട്ടെ. കാരണം ബോഡി പണിത മെക്കാനിക്കല്ല അല്ല. ആ പേച്ച് ഇങ്ങനെ ഒന്ന് നാണിങ്ങനെ കാര്യം പറഞ്ഞോ. ഇങ്ങനെ ഇതാവണ്ട, ക്ഷേമാവണ്ട. കാരണം നിങ്ങൾ നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്ത് ഇറങ്ങുന്ന ഒരു മിനിറ്റ് ആൾക്ക് ഇങ്ങനെ വീഡിയോയിലേക്ക് വരാനൊക്കെ ബുദ്ധിമുട്ട്. നീ ആളെ പോയി കണ്ടുപിടിക്കാൻ പോയിട്ട് പിന്നാലെ പോയിട്ട് ചേട്ടാ കാര്യം പറഞ്ഞാടാ. എന്തിനു ചേട്ടാ പഠിക്കണ? ഇതെന്തിനീ ബോഡി പറഞ്ഞതിന്റെ കാര്യം പറയും. ഈ ബോഡി പറഞ്ഞ അത് ചേട്ടാ പറഞ്ഞു ഇപ്പൊ പറയുന്നത് എന്താ കുഴപ്പം? എന്ത് വീഡിയോയിലില്ല ചേട്ടാ പറയും. ഈ ബോഡി പണിതപ്പോ ഏത് വീഡിയോയിൽ വരുന്ന കാര്യമുണ്ട്. ഇത് പറഞ്ഞേ ചേട്ടൻ പറഞ്ഞേ. ഇത് വീഡിയോയിൽ വരാൻ ഇങ്ങനെ നമ്മൾക്ക് പണി വരാൻ കാരണം എന്താ? എന്താ കാര്യം? അവർ പണിയാത്തല്ലേ? അത് ചേട്ടൻ പറയും. നാളൊരു വണ്ടിക്കാരി പെടരുത്. അതൊന്നും പറയാൻ പറ്റില്ല. എന്ത് ചേട്ടൻ ഞാൻ ഇവിടെ ചേട്ടൻ്റെ ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്യുന്നതല്ല. ചേട്ടൻ കാര്യം പറയും. ഇത് നമ്മുടെ വണ്ടിക്ക് എന്താ ഫോൾട്ട് ഉണ്ടായേ? നമ്മുടെ വണ്ടിക്ക് എന്താ ഫോൾട്ടുണ്ടേ? അത് പറഞ്ഞേ പറയും. ഇവർക്ക് ആർക്കും ഇത് കറക്റ്റായിട്ട് പറയാനും ഭയങ്കര ബുദ്ധിമുട്ട്. ഇവരൊക്കെ പറയുന്നത് ഇവരെല്ലാവരും പണിക്കാരാണ്. പണിക്കാരത് കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് നോക്കിയാ. പ്രതീക്ഷയോടെ അല്ല ഗിരീഷോടെ പറഞ്ഞില്ല പണിക്കാർ ചേട്ടാ. ഗിരീഷോടാ ഇങ്ങോട്ട് നോക്കിയാ അല്ല ഇതാണ്ട് ആള് പറഞ്ഞു തരാ. പണിക്കാരില്ലേ അവരെന്തെങ്കിലും അവരുടെ ഐഡിയ പോലെ ചെയ്തോട്ടെ. അത് കാരണം നമ്മളൊന്നും അതിനെപ്പറ്റി പറയണ്ട. നമുക്ക് നമ്മുടെ വീട്ടിൽ ഇവിടെ വരണ പണിയൊക്കെ നമുക്ക് ചെയ്യാം. അവരുടെ ഇതൊന്നും പറയുന്നത് അടുത്ത വരുത്തൻ ഇങ്ങനെ നോക്കിയാ ഇവനെ കണ്ടോട്ടാ. പിന്നെ മുഖം കണ്ടോട്ടാ. ഇവനും പറഞ്ഞാന്നറിയാം പണിനെ പറ്റി ഒന്നും മോശമായിട്ട് പറയരുതെന്ന്. അപ്പം നമുക്ക് കിട്ടിയതൊക്കെ നമ്മൾ സഹിച്ചു പോവാ അല്ലേ? നമ്മുടെ വണ്ടി വെറൈറ്റി മറ്റേ ചവിട്ടുപൊടി ഉണ്ടാക്കാൻ പോട്ടോ. അതിൻ്റെ പണിയിലാണ് നമ്മുടെ ചെക്കൻ. ഇപ്പം ആർക്കും മോൻ കാണിക്കാൻ പറ്റില്ല. ഇവർ വലിയ എന്താ പറയുക ലോകത്തെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ പണിക്കാരാ. വേറെ കാര്യം നമ്മുടെ ആദിദേവ് ബോഡി പണിതപ്പോൾ ഇവർക്ക് 5 വണ്ടി ഇവർക്ക് കിട്ടിയതോട്ടോ. എൻ്റെ വീഡിയോ കണ്ട് 5 വണ്ടി ഇവർക്ക് കിട്ടിയിട്ട് ആ നന്ദി എന്നീ തെണ്ടികൾക്കില്ല. ഇവരാരും ഒരു നന്ദി പോലും ഒരു മനസ്സിൽ കഴിക്കില്ല. ഞാൻ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും നല്ല ടോപ്പ് ബോഡി വർക്കർ നമുക്ക് അങ്ങനെ ചെയ്യാം. കാരണം നല്ല അടിപൊളി പണിയവരുടെ ഇവർക്ക് പണി ചെയ്യുമ്പോൾ ഇവർ പറയുന്നറിയാം മറ്റുള്ളവരുടെ പണി നമുക്ക് നോക്കണം. നമുക്ക് കിട്ടാനുള്ള പണി ഇവർക്ക് കുറേ ആൾക്കാരുണ്ട് അവരുടെ പണി വിട്ടായിരുന്നു. എൻ്റെ ആദിദേവിൽ ഞാൻ ബോഡി കെട്ടുന്ന വീഡിയോ ഇട്ടിട്ട് പത്തനംതിട്ടയിൽ നിന്നും കോട്ടയത്തു നിന്നും കൊല്ലത്തു നിന്നൊക്കെ ആൾക്കാരോട് വന്നു. അതൊന്നും ഇവർ പറയാനില്ല കേട്ടാ. ഇവർക്ക് ഉള്ള പണി കിട്ടിയായിരുന്നു. ഇവരാരെയും കുറ്റം പറയണത്. ഇവർ വലിയ മാർപ്പാവന്മാരായി ഇവരിപ്പോൾ. നമ്മുടെ വീഡിയോയിലൊന്നും വരാൻ പറ്റാത്തൊരു മെക്കാനിക്ക് കേട്ടാ. നമ്മുടെ വെൽഡർ ആൾ നോക്കിയാൽ നമ്മുടെ ബോഡി പണിയിലൊക്കെ നമ്മുടെ ആക്റ്റീവായിട്ട് നമ്മുടെ കൂടെ നിൽക്കണോ. ആൾക്ക് ബോഡിയിലിരിക്കും മറ്റേ മുഖത്തെ ഫേസ് കാണിക്കാൻ പറ്റില്ല. ആൾ വലിയ സിനിമാടനാ. അപ്പോൾ അത് കാരണം ആൾ നോക്കിയാൽ ഞാൻ ഇപ്പോൾ ആളെ മുഖം കാണിക്കുന്നുണ്ട്. ഓടിപ്പോണോ അവന് ഓടിപ്പോണുണ്ടോ? അവൻ്റെ പേര് കൃപേഷ്. ഇത് ഇവനാണ് ആള്. ഇവൻ്റെ പേര് കൃപേഷ്. എൻ്റെ വീട് പാലക്കാടാണ് കേട്ടോ. പാലക്കാട് നല്ല സൂപ്പർ പണിക്കാരനാട്ടാ. പക്ഷെ മോൻ കാണിക്കില്ല. മോൻ കാണിക്കാൻ പറ്റില്ല. അവനെ പിടിച്ച് ഇനിയിപ്പോൾ നമ്മൾ ബലാത്കാരമായിട്ട് അവനെ പിടിക്കണം നമുക്ക്. ഇതാണ് ഇവനാണ് നമ്മുടെ വണ്ടി. ഈ വണ്ടി മാത്രമല്ല കേട്ടോ, നമ്മുടെ വണ്ടി എല്ലാം വരുമ്പോഴാണ് ഇതൊക്കെ അപ്പാട്ട് ചെയ്യണം. കാരണം നല്ല ഐഡിയ ആണ്. നല്ല ഐഡിയ എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് അവൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഐഡിയ നല്ല അടിപൊളി. അപ്പോൾ നമ്മളിപ്പോൾ ഈ സൈഡിൽ കണ്ട സ്റ്റെപ്പ് മറ്റേ മുകളിലേക്ക് പറഞ്ഞ സ്റ്റെപ്പിനുണ്ടില്ലേ അല്ല മറ്റേ സ്റ്റെയർ കേസ്, അതിപ്പോൾ നമ്മളിവിടെ വേറെ സ്റ്റൈലിലേക്ക് ചെയ്യാൻ പോണ്. അത് അവൻ്റെ ഐഡിയ ആണ്. അവൻ്റെ ഐഡിയക്കാണ് അവൻ ചെയ്യണത്. പക്ഷെ അവൻ നമ്മളെ മോൻ കാണിക്കില്ല കേട്ടാ. ഇരിക്കണ നമ്മളെ ഗിരീഷോടാ.
ഗിരീഷാണ് അല്ല കാണണം. ഗിരീഷാണ് എനിക്കിങ്ങനെ പിടിക്കാം ധൈര്യമുണ്ട്. എനിക്കിങ്ങനെ ഗിരീഷാണ് പിടിക്കാം. ഇതാണ്ട് ഗിരീഷേട്ടൻ. കാരണം വെച്ചാലേ ആളെ എങ്ങനെ പിടിച്ച് എനിക്ക് സംസാരിക്കാം. കാരണം എന്താ അറിയോ, ആളെന്നെ ക്ലീൻ ട്രിപ്പിന് എടുക്കുന്ന കാലം തൊട്ട് കാണുന്നതാ. അപ്പോൾ അത് കാരണം എനിക്ക് ആളെ എങ്ങനെ പിടിച്ച് സംസാരിക്കാം. പക്ഷെ ഇവന്മാരുടെ അടുത്ത് അങ്ങനെ പറ്റില്ല. ഇവന്മാരൊക്കെ ഞാൻ ഇപ്പം കാണണ, ഇവന്മാർ ആളുടെ മകനെ ഇപ്പോഴാണ് കാണണേ. അത് കാരണം എനിക്ക് പറ്റില്ല. കാരണം ഗിരീഷാണ് അത് നമുക്ക് എന്ത് കൊണ്ടും സംസാരിക്കാം. അത് കാരണം 2006 18 വർഷം മുന്നത്തെ ഒരു പരിചയമുണ്ട്. ആ ഒരു പരിചയം നമ്മുടെ വണ്ടിയുടെ മറ്റേ മുകളിലേക്ക് കയറുന്ന കുത്തുകമ്പില്ലേ, നേരത്തെ കണ്ടില്ലേ, വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. നേരത്തെ കണ്ട കുത്തുകമ്പില്ലേ, ആ കുത്തുകമ്പി ഇപ്പം മാറിയിട്ട് വേറെ സ്റ്റൈലിലേക്ക് വരാൻ പോകണട്ടോ. അത് നമ്മുടെ കോണി ഗിരിയുടെ എങ്ങനെ നോക്കിയാൽ ഇത് ഗിരിയാൻ്റെ ഐഡിയ. കാരണം ഇതെങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഗിരിയുടെ നോക്കിയാൽ എന്താ ഇത് ഗിരിയാൻ്റെ ഐഡിയക്ക് നമ്മൾ ഇങ്ങോട്ട് അവിടെ നിന്ന് മാറ്റിക്കിട്ട് ചെയ്യണം കേട്ടോ. മാറ്റി ചെയ്യണം ആ സാധനം ചെയ്യണം. കാരണം അപ്പോൾ ഗിരിയേടൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, കാരണം നമുക്ക് പായ കെട്ടാൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഗിരിയേടൻ പറഞ്ഞത് ഇങ്ങോട്ട് മാറ്റി ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ആ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകണ്ട. ഇതേ ആ കോണി കയറണം കേട്ടോ. കോണി നമ്മുടെ കോണി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വേറെ സെറ്റപ്പ് ആവും കേട്ടോ. വേറെ ലെവലാവും കോണി വെച്ച് കഴിഞ്ഞാൽ. ആദ്യം കൈട്ടാ കോണി വെച്ച് കണ്ട. നമ്മുടെ നേരത്തെ സൈഡിലായിരുന്നു കോണി, ആ കോണി ഇങ്ങോട്ട് മാറ്റി. നമ്മുടെ വണ്ടിയുടെ അങ്ങനത്തെ മറ്റേ കയറാനുള്ള കോണിപ്പടിയില്ലേ, കോണിപ്പടി വേറെ സെറ്റപ്പ് ആയിട്ടാ. ഇത് കണ്ടോ, കോണിപ്പടി വേറെ സെറ്റപ്പിലേക്ക് വന്നപ്പോൾ പഴയ ഉടായ്പല്ല, പുതിയ ഉടായ്പ്, പുതിയ പണി. കാരണം നമുക്ക് നല്ല നമുക്ക് ആവശ്യമുള്ള പണിയപ്പോൾ ചെയ്യണപ്പോൾ. ഇതുണ്ടോ പുതിയ നമുക്ക് മുകളിലേക്ക് കയറുകയും ചെയ്യാം. നമുക്കൊരു യാതൊരു പായ കെട്ടാനോ കാര്യങ്ങൾക്ക് തടസ്സമില്ലാത്തൊരു കോണിപ്പടി കണ്ടോ. കോണിപ്പടി നല്ലപോലെ മുകളിലേക്ക് നോക്കി ഏറ്റവും ടോപ്പിലേക്ക് വരെ കയറാൻ പറ്റുന്ന സെറ്റപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ അങ്ങനെ നമ്മുടെ മുകളിലേക്കുള്ള ക്യാരി നോക്കിയാൽ നല്ല സൂപ്പർ കോണിപ്പടി നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടോ. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഗിരിയേടൻ ചെയ്യാൻ കാരണം ഉണ്ടോ, സെൻട്രലൊരു കുത്തു കൊടുക്കണം. കുത്ത് ഇതുവരെ മുന്നേ ബോഡി ചെയ്യുന്ന ആൾക്കാർ ചെയ്യാത്ത കാരണം. പിന്നെ ഗിരിയേടൻ ഒരു മിനിറ്റ് നോക്കിയാൽ നമ്മുടെ ക്യാരി ഉണ്ടോ, ക്യാരി ഇത്രയും ബേക്കിലേക്ക് വരാൻ പാടില്ല അല്ലേ ഗിരിയേടാ? ഈ ക്യാരി ഇത്രയും ബേക്കിലേക്ക് വരാൻ പാടില്ലല്ലോ. ഉണ്ടോ ഗിരിയേടൻ കാണിക്കണുണ്ടോ? അത്രേ വരാൻ പാടുള്ളൂ. അത്രയാണ് ക്യാരി വരാൻ പാടുള്ളൂ. ഇത് ക്യാരി നല്ല കാരണം ഇത് പണി അറിയാം. ഉണ്ടോ ആള് കാണിക്കണുണ്ടോ, ഗിരിയേടൻ കാണിക്കണ്ടോ? ഇത് മുന്നേ ചെയ്തപ്പോൾ ഒരു നല്ലൊരു ബോഡി വർക്ക്ഷോപ്പ് ചെയ്യാതെ അവർ അതിൻ്റെ ഐഡിയക്ക് ചെയ്യണം. കാരണം ക്യാരിന് ഇവിടുത്തെ ഗ്യാപ്പ് ഉണ്ടോ, ഇത്രയും ക്യാരിന് ചേർത്ത് വരാൻ പാടില്ലായിരുന്നു. അത് നമുക്ക് അടുത്ത ഇനി ബോഡി പണി ചെയ്യുമ്പോൾ നല്ല ടെസ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാലേ ഏട്ടാ. ടെസ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇപ്പം നമ്മൾ ബേക്കിൽ നമുക്കിനൊരു ഹെൽപ്പർ കൊണ്ട് നമുക്ക് കൊടുക്കണം. നമ്മുടെ ക്യാരിയറിന് ഒരു ചെയ്യാൻ പറ്റാത്തൊരു കാര്യം കണ്ടോ, ബേക്കിലൊരു കുത്തു കണ്ടോ, ഒരു ക്രോസ്. ഒരിക്കലും ആരും ചെയ്യാത്തൊരു കാര്യമാണ് ക്രോസ് കണ്ടോ. നമ്മുടെ ആദ്യ വണ്ടിക്ക് എല്ലാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ക്യാബിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ടോ ബേക്കിലൊരു കുത്തു കൊടുക്കണം. ഇപ്പോൾ ഉണ്ടോ ബേക്കിലൊരു കുത്തു കൊടുക്കാൻ പോകണം. ഇപ്പോൾ അതിൻ്റെ കാര്യമാണ് നമ്മുടെ മുകളിൽ ഇരുന്നിട്ട് നമ്മുടെ കൃപേഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ്ടോ അവിടേക്ക് ആ ഹെൽപ്പർ കയറ്റിയിട്ട് അവൻ അഡ്ജസ്റ്റ് ചെയ്യണതുണ്ടോ. പുറകിൽ കയറ്റി നമുക്കിങ്ങനെ ബേക്കിലിങ്ങനെ ക്യാരി വരുമ്പോൾ ക്യാരിന് ബേക്കിൽ ഹെൽപ്പർ വേണം. വെൽഡ് ചെയ്യാൻ പോകണം. നമുക്ക് ആ ക്യാരിനുണ്ടായിരുന്നില്ല. കാരണം ഈ ക്യാരിന് ഇത്ര ഷെയ്ക്കും ഇത്ര അടിയും പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ പോകണം. ഇതിപ്പോൾ ഇതാണ് അവർ ചെയ്യണം. ഇപ്പോൾ ഉണ്ടോ ഇടയ്ക്കൊരു ഷോക്ക് കൊടുത്തു വരും, ഒരു സപ്പോർട്ട്. അങ്ങനെ നമ്മുടെ പണികളെല്ലാം ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് ആയിട്ടാ. എല്ലാ പണിയും കഴിഞ്ഞു. നോക്കിയാൽ ബേക്കിൽ സാധനമൊക്കെ അടിപൊളി കുത്തു കൊടുത്തു. കുത്തു കണ്ടോ, സെറ്റപ്പായിട്ടൊരു കുത്തു കൊടുത്തു. കാര്യങ്ങളൊക്കെ ചെയ്തു. പണികളെല്ലാം കഴിഞ്ഞു. എല്ലാ പണിയും കഴിഞ്ഞു. അടിപൊളിയാക്കി കയറൊക്കെ നല്ല സൂപ്പറാക്കിയുണ്ടോ. പണികളെല്ലാം അടിപൊളിയാക്കി വരും. നമ്മളെന്തായാലും ബോഡി വർക്ക്ഷോപ്പിൽ കയറി. ഇനി അടുത്തൊരു പണി കൂടെ ഉണ്ട്. ഈ സൈഡ് കട്ട് ചെയ്യണം. സൈഡ് 2 സൈഡും കട്ട് ചെയ്യണം. കാരണം കണ്ടോ ഇത് കമ്പനി എന്ന സെറ്റപ്പാണ്. ഇത് കട്ട് ചെയ്ത് എയർ കയറുള്ള സെറ്റപ്പ് ആക്കണം. ആ ബേക്കിൽ കൊടുത്ത കുത്തില്ലേ, ആ കുത്ത് ടൈറ്റ് ചെയ്യണ രംഗണി കാണണം കേട്ടാ. ഒരാൾ പുറകിലും ഒരാൾ മുകളിൽ ഉള്ളിൽ കയറിയിട്ടാണ് അവർ ടൈറ്റ് ചെയ്യണത്. ടൈറ്റിന് രംഗണി കാണണം.
അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പണി മൊത്തം കഴിഞ്ഞു കേട്ടോ. മൊത്തം എന്ന് പറഞ്ഞാൽ പണികൾ ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന പണി കഴിഞ്ഞാൽ ക്യാരിയർ വേറെ സെറ്റപ്പാക്കി, പിന്നെ പായ മോളിൽ കയറി ടാർപ്പയുടെ ഉള്ളിൽ മറ്റേ സാധനമൊക്കെ ഇട്ടുണ്ടോ. ക്യാരിയറിനൊരു കുത്തു കൊടുത്തു. പിന്നെ ബോഡി ഇതുണ്ടോ, ബോഡി അടിപൊളിയായിട്ട് ചെയ്തു. ഇനി 2 പണി ബാക്കിയുണ്ട്. ചേട്ടാ ഈ സൈഡൊന്ന് കട്ട് ചെയ്യണം. ഈ സൈഡ് കട്ട് ചെയ്തില്ല. ലാസ്റ്റത്തെ പണിയിട്ട് നമ്മൾ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്യുക. കാരണം വേറെ ഒന്നുമില്ല, കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഉള്ളിലേക്ക് കാറ്റ് കിട്ടാൻ വേണ്ടി കട്ട് ചെയ്യണം. ഈ നമ്പർ പ്ലേറ്റ് മാറിയിട്ട് നമ്മുടെ കയ്യിലുള്ള നമ്പർ പ്ലേറ്റ് അത് അവിടെ കൊടുത്തത്. ഇത് തന്നെ കറക്റ്റ് ഇവിടെ തന്നെ കറക്റ്റ്. അപ്പോൾ ഗിരിയുടെ ചെയ്യണം കറക്റ്റ് ഇവിടെ കൊടുത്തേ. അവിടെ കൊടുക്കണ്ടേ, ഇവിടെ കൊടുത്തേ കറക്റ്റ്. ഇത് നമുക്ക് പറിച്ചു കളയാം. വേണ്ട അത് പറയാം, ഇവിടെ കൊടുത്തേ, ഇപ്പുറത്ത് കൊടുത്തേ കറക്റ്റ്, അടിപൊളി. അവിടെ കൊടുത്തേ. ഇത് മങ്കാടിൻ്റെ സൈഡ് കട്ട് ചെയ്യുന്നുണ്ടോ. ഇത് കണ്ട അങ്ങനെ സൈഡ് കറക്റ്റായിട്ട് കണ്ട കട്ട് ചെയ്ത് റെഡിയാക്കി. ഇനി നമ്പർ ബോർഡ് കണ്ട, ഈ നമ്പർ ബോർഡ് 2 സൈഡ് ഓരോ നോക്കുക. ഇന്ത്യ ബോർഡിൻ്റെ സൈഡിൽ വെക്കുക. സ്റ്റിക്കർ നമുക്ക് പറിച്ചു കളയാം. ഇത് കണ്ട ഇവിടെയും കട്ട് ചെയ്താൽ അടിപൊളിയാക്കി എടുത്താണ്. ഈ സൈഡിലുണ്ട് ഇന്ത്യ ബോർഡ് സ്റ്റിക്കറാ സാധനം അങ്ങോട്ട് അങ്ങോട്ട് പറിച്ച് കളഞ്ഞിട്ട് അവിടെ നമുക്ക് ബോർഡ് വെക്കാം. കാരണം ശരി ഈ പോണ വഴിക്കൊക്കെ നമ്മൾ ഈ കേരളത്തിൽ കിടന്ന ലോക്കലല്ല ഓർമ്മ. നമ്മളങ്ങനെ നമ്മുടെ വണ്ടിയുടെ പണി മൊത്തം കഴിഞ്ഞു കേട്ടോ. നമുക്കിത് മൊത്തം പരിപാടിയും കഴിഞ്ഞ് അല്ലാതെ ഇതാണ് പണി ചെയ്ത മെക്കാനിക്ക്. ഇങ്ങനെ നോക്കിയാൽ കേട്ടാ വെൽഡിങ് ഇങ്ങോട്ട് നോക്കിയാൽ കിരീടം നോക്കിയാൽ ഇതാണ്ട കിരിയാട്ടൻ പഴയ ഒരു വെൽഡറും കാര്യങ്ങളാണ്. നല്ല അടിപൊളി ബോഡി പണിക്കാരനാ കേട്ടാ. നല്ല സൂപ്പറായിട്ട് ആൾ അടിപൊളി എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ നമ്പർ ബോർഡ് ഈ മങ്കാട് നമ്മളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. നമ്പർ ബോർഡ് നമ്മളുടെ പുറകിൽ വെച്ചു. പിന്നെ ഇവിടെ അതുപോലെ ചെയ്തു. ഇനി പണി മൊത്തം പൂർണ്ണമായിട്ടെന്ന് പറയാൻ പറ്റിയിട്ടില്ല. പണികൾ ഇനിയും കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അതിപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഇല്ല. അപ്പോൾ വെൽഡിങ്ങുകളൊക്കെ കുറേ ചെയ്യാനുണ്ട്, അത് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടികൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നാളെ പുതിയ ലോഡും കയറ്റിയിട്ടൊക്കെ പോകണം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വണ്ടിയും കൊണ്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകാം. വീട്ടിൽ പോയിട്ട് നമുക്കിനി നാളെ എന്തെങ്കിലും പുതിയ ലോഡും കാര്യങ്ങളൊക്കെ കയറ്റണം. നമ്മളാ പണി കഴിഞ്ഞ് വണ്ടിയോടെ എത്തി വരും കേട്ടോ. ഒരു ഷെയ്ക്കല്ല ഷെയ്ക്കുണ്ട്, സൗണ്ടില്ല. ക്യാബിന് ഷെയ്ക്കിൻ്റെ പണി നമ്മൾ വേറെ, അത് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുമേ. അത് ഷോറൂമിൽ തന്നെ കയറണം. ഇതാണ് ആ ക്യാബിന് ഷെയ്ക്ക്, അത് നമുക്ക് പിന്നെ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ സൗണ്ട് പോയി.